Hi friends, welcome back to my channel. ഇന്ന് നമുക്കൊരു ചിക്കൻ ഷവർമ ആയാലോ. സാധാരണ ഷവർമ ഉണ്ടാക്കാനായിട്ട് കുബൂസ് അല്ലെങ്കിൽ പീറ്റ ബ്രെഡ് ഒക്കെയാണ് യൂസ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചപ്പാത്തിയാണ്. നമുക്ക് ചപ്പാത്തി വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടറിലാണ് സോർട്ട് ചെയ്യണത്. ബട്ടറിൽ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടറിൻ്റെ ഒരു ചെറിയ ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സവാളയും ക്യാപ്സിക്കും ആണ് യൂസ് ചെയ്യണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അതേപോലെ ക്യാബേജ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം സൈസ് സവാളയാണ് യൂസ് ചെയ്യണത്. നമുക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഒരു മീഡിയം ഹൈയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരുന്നോട്ടെ. ഇപ്പം സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച ക്യാപ്സിക്കം അതുപോലെ തന്നെ ചുവന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. പകുതി ഗ്രീനും പകുതി റെഡും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. നമ്മളിപ്പോൾ ക്യാബേജ് ക്യാരറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാവുന്നതാണ്. പൊടി പൊടിയായിട്ട് അരിയാം അല്ലെങ്കിൽ നീളത്തിൽ അരിയാം. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതിയാവും. ഷവർമയ്ക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മയോണൈസ് ആണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ വറുത്തതാണ്. വലിയ പീസിലാണ് ചിക്കൻ വറുക്കണതെങ്കിൽ നമ്മളതിനെ പിച്ചാത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. തീരെ ചെറുതാക്കണ്ട, ഏകദേശം ഈ സൈസിലൊന്ന് മുറിച്ചെടുക്കുക. ഞാൻ ചിക്കൻ വറുക്കണ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ടൊരു പാത്രം എടുക്കുക. ആദ്യം അതിൽ നമ്മൾ ചപ്പാത്തി എടുത്ത് വയ്ക്കുക. ചപ്പാത്തിയിൽ മയോണൈസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മയോണൈസ് ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം റോൾ ചെയ്തെടുക്കാം.
ചപ്പാത്തി കൊണ്ടുള്ള ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷവർമയാണിത്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.